സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ എന്താണ് ചെയ്യുക? നമ്മുടെ സുബ്രഹ്മണ്യ ഭഗവാൻ വിളിപ്പുറത്താണ്. മനസ്സുരുകി പ്രാർത്ഥിച്ച് നോക്കൂ, സുബ്രഹ്മണ്യൻ ഭഗവാൻ നമ്മളെ കനിയും, ഉറപ്പാണ്. അത്രയ്ക്കും ഒരു എന്താ പറയുക, എല്ലാ മാസമുണ്ട് ഷഷ്ഠിവ്രതം എന്ന് പറയുന്നത്. പക്ഷെ 6 ഷഷ്ഠിവ്രതത്തിന് തുല്യമാണ് ഒരു സ്കന്ദഷഷ്ഠി വ്രതം നമ്മൾ എടുക്കുന്നത്. ഇനി സ്കന്ദഷഷ്ഠി വ്രതം നമുക്ക് എടുക്കാൻ സാധിച്ചില്ല, നമുക്ക് പല കാരണങ്ങളെ ചിലപ്പോൾ ഷഷ്ഠിവ്രതം എടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് സ്കന്ദഷഷ്ഠി വ്രതം എടുക്കുക എന്ന് പറയുന്നത് ഏത് വ്രതമാണെങ്കിലും പാടാണ്. അതോടൊപ്പം തന്നെ സ്കന്ദഷഷ്ഠി വ്രതം എന്ന് പറയുമ്പോൾ കഠിന വ്രതമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സ്കന്ദഷഷ്ഠി വ്രതം എടുക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വരും. അതുപോലെ തന്നെ നമ്മൾ സ്ഥലത്തില്ല, നമുക്കത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ അന്ന് സ്കന്ദഷഷ്ഠി ദിനത്തിൽ നമ്മൾ മുരുക ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്ന അഭിഷേകങ്ങളിലും പൂജകളിലും പ്രാർത്ഥനാദി കർമ്മങ്ങളിലുമൊക്കെ ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഭഗവാന് ദ്രവ്യങ്ങളൊക്കെ ഭക്തന്മാർ സമർപ്പിക്കുന്ന ദിവസമാണ്. അത് വ്രതം എടുത്തവരും എടുക്കാത്തവരുമായിട്ടുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഭഗവാന് അവിടെ അഭിഷേകങ്ങളും പൂജകളും വഴിപാടുകളും ഒക്കെ സമർപ്പിക്കാം. ഭഗവാൻ ഇഷ്ടപ്പെട്ട ദ്രവ്യങ്ങൾ സമർപ്പിക്കാം. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുക്കാം. അപ്പോൾ കോടിക്കണക്കിന് ആളുകൾ വ്രതമെടുത്ത് ആ ഒരു പുണ്യം നേടുന്ന ആ ഭഗവാന്റെ ആ ഒരു ദർശനത്തിലോ അല്ലെങ്കിൽ അന്ന് നടക്കുന്ന ആ പൂജയുടെ ഒരു ഫലത്തിൽ ഒരംശമെങ്കിലും ഉറപ്പായിട്ടും നമുക്ക് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.